സാധാരണക്കാരായ യുവാക്കളുടെ ഈ അമർഷവും പരിഹാസവുമല്ലേ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പാർട്ടിയായ പാറ്റ പാർട്ടിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ളൊരു സ്പേസ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായത്? അതിൻ്റെ കാരണക്കാർ ഇന്ത്യയിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാതെ പോയതിൻ്റെ തെളിവ് കൂടിയല്ലേ? അതെ, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ശൈലിയിൽ രൂപീകരിച്ചതാണെങ്കിൽ പോലും അവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഗുരുതരമായ വിഷയങ്ങളാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുരുതരമായ ചില വീഴ്ചകൾ നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാക്കി. പക്ഷേ അതിനെയൊക്കെ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചില വിഷയങ്ങൾ. അത് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയപ്പോൾ തന്നെ അതിൻ്റെ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു. അപ്പം നമുക്കറിയാം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് 2024 അതുപോലെ UGC എൻട്രൻസുമായി നെറ്റ് പരീക്ഷയിൽ ഉണ്ടായ വിഷയം, ഇപ്പോൾ വീണ്ടും നീറ്റ് പരീക്ഷ 2026 മെഡിക്കൽ എൻട്രൻസ് വീണ്ടും മാറ്റിവെക്കേണ്ടതെന്നത്, ഇതൊക്കെ ഗവൺമെൻറ് ചില തെറ്റുകൾ കണ്ടെത്തി തിരുത്തൽ നടപടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഗവൺമെൻറ് തിരുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമ്മളതിനെ അംഗീകരിക്കുന്നത്. അതേസമയം ഇത് കൊണ്ടുണ്ടാകുന്ന വിഷമം സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു പഠിക്കുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാൻ കഴിയുന്നതല്ല. ഇതൊരു വീഴ്ചയാണ്, ഒരു തെറ്റാണ് എങ്കിൽ പോലും അതിന് ഗവൺമെൻറ്റിന് റെമഡി എടുത്തു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കാരണം 22 ലക്ഷം വിദ്യാർത്ഥികളാണ് CBSE പരീക്ഷ ഇപ്പോൾ എഴുതിയത്. അവർ ഒരു പുതിയ മെത്തഡോളജി ഇവാലുവേഷന് കൊണ്ടുവരുന്നത് ഓൺലൈനിൽ. അതായത് ആൻസർ ഷീറ്റുകൾ സ്കാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് അധ്യാപകർക്ക്, അതായത് പരീക്ഷാ സെൻറ്ററുകളിൽ അതിൽ അധ്യാപകർക്ക് ഓൺലൈൻ ആയിട്ട് ഇവാലുവേഷൻ നടത്തുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ടെക്നിക്കലി അതിനുണ്ടായ വീഴ്ചയാണ് ഈ പ്രശ്നത്തിന് കാരണം ഒരു ഭാഗത്ത്. മറ്റൊന്ന്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണ രൂപത്തിലല്ല, അതിൻ്റെ ചില പാർട്ടുകളായിട്ട് ചോർന്നു എന്നുള്ളതാണ്. അതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതിൽ പങ്കാളികളായിട്ടുള്ള ചില എക്സ്പെർട്ടുകളാണ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിലൂടെയാണ് അത് ചോർന്നത്, അല്ല ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി ചോർന്നതല്ല. അപ്പം ആ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നീറ്റ് പരീക്ഷയും മാറ്റിവെച്ചത്. അപ്പം അതിലും ഏതാണ്ട് 20 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതുകയുണ്ടായി. അപ്പം നമുക്കറിയാം, നമ്മുടെയും കുട്ടികൾ ഇത് പഠിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ ഒരു എൻട്രൻസ് പരീക്ഷ വളരെ കഠിനാധ്വാനം ചെയ്ത് എഴുതുമ്പോൾ അതിൽ ആ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് എഴുതുമ്പോൾ ആദ്യം നേടിയ വിജയം രണ്ടാമത് കിട്ടണമെന്ന് ഗ്യാരണ്ടി ഇല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ സ്പോർട്സിൽ പോലും നമ്മൾ ഈ ഒരു ക്രിക്കറ്റ് മാച്ചിൽ സെഞ്ചുറി നേടിയെന്ന് പറഞ്ഞിട്ട് അടുത്ത മാച്ചിൽ കിട്ടണമെന്നില്ല. അപ്പം അത് നമ്മൾ അത്ലറ്റിക്സിനൊക്കെ ഇത് ബാധകമാണ്. കാരണം നമ്മൾ ഒരു കുട്ടി അതുപോലെ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും ഈ ഒരു പരീക്ഷയിൽ എനിക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ആ പരീക്ഷ ക്യാൻസലാവുകയും വീണ്ടും പുനഃപരീക്ഷ വരുമ്പോൾ എനിക്ക് എഴുതാൻ അവസരം നൽകുന്നു എങ്കിൽ പോലും എനിക്ക് അതേ തരത്തിൽ ലഭിക്കണമെന്നില്ല. ചില കുട്ടികൾ ഒരുപക്ഷെ അന്ന് പുറകിൽ നിന്ന് കുട്ടികൾ മുന്നോട്ടും വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. നമ്മുടെ കൊച്ചു കുട്ടികളാണ്, 17 വയസ്സ് അല്ലെങ്കിൽ 16, 17, 18 വയസ്സിലുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയാണ്. അപ്പം ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻസ് കഴിഞ്ഞ 1, 2, 3 വർഷവുമായിട്ട് ഇതിൽ നിരന്തരം, കാരണം നമുക്കറിയില്ല എൻട്രൻസ് പരീക്ഷയുമായിട്ടുള്ള പ്രക്രിയ ഇന്ന് 8ാം ക്ലാസ് മുതലേ തുടങ്ങുന്നുണ്ട്. കുറഞ്ഞ വർഷം എന്തായാലും 10ാം ക്ലാസ് മുതലെങ്കിലും കുട്ടികൾ അതിനുള്ള തയ്യാറെടുപ്പുണ്ടാവും. അങ്ങനെ വരുമ്പോഴേ 2 വർഷം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ 3 വർഷമൊക്കെ ഒരു കുടുംബം മുഴുവൻ അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പം നമ്മൾ 22 ലക്ഷം കുട്ടികളെന്ന് പറയുമ്പോൾ 22 ലക്ഷം കുടുംബങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 1.25 കോടി ജനങ്ങൾ ഡയറക്റ്റ് ഇൻവോൾവ് ആണ് ഇതിനകത്ത്. ഞാനൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ ചില കോണിൽ ഉണ്ടായതാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇതുവരെ നമുക്ക് 12 വർഷത്തെ NDA ഭരണത്തിൻ്റെ കീഴിൽ ഒരു വിഷയങ്ങളും ഒരു ജനകീയമായ ഒരു പ്രതിഷേധത്തിന് ഇതുവരെ കാരണമായിട്ടില്ല. രാഷ്ട്രീയമായ സമരങ്ങളൊക്കെ ഇന്ത്യ ഒരുപാട് കണ്ടതാണ്. പക്ഷേ അതല്ല,
അത് നമുക്കറിയാമല്ലോ. ഇപ്പം CAA ബില്ല് വന്നപ്പോഴും കർഷക സമരത്തിലും മറ്റു പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു ജനകീയ വിഷയമാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്ത്യ അലയൻസ് ഏതാണ്ട് ഡെഡായ അവസ്ഥയാണ്. അവർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട സ്ഥലത്താണ് പാറ്റ കയറി വന്നത്. കാരണം അത് ഈ പാറ്റ പാർട്ടി അവിടെ വരാനുള്ള കാരണം ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ മൂല്യശോഷണമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം രാജ്യം മുഴുവനും പ്രതിഷേധം ഉയർത്തേണ്ടത് ഇന്ത്യയിലെ കോൺഗ്രസ് നയിക്കുന്ന, രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷമായിരുന്നു. ആ പ്രതിപക്ഷം പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരം ഒരു ഓൺലൈനിലൂടെ ഒരു മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ അവർ മാന്യമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. നമ്മൾ ചില മലയാള മാധ്യമങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു നിഷേധാത്മക സമരത്തിന് പകരം വളരെ പോസിറ്റീവായിട്ട് ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിൻ്റെയും കണ്ണു തുറക്കുന്ന തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് നടന്നത്. മാത്രമല്ല ഇത്തരം വീഴ്ചകൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ സാധാരണ മറ്റ് പ്രശ്നങ്ങളെ പോലെയല്ല ഒരു പരീക്ഷ എന്ന് പറയുന്നത്. അത് നമ്മളൊരു പഠിക്കുന്ന വിദ്യാർത്ഥി, ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട വളരെ ടാലൻറ്റഡായ വിദ്യാർത്ഥികൾ അവരുടെ ആ ഒരു ചെറുപ്രായത്തിൽ അവരെ പൂർണ്ണമായും സമർപ്പിതമാക്കി, അല്ലെങ്കിൽ 2-3 വർഷം ഇതിനു വേണ്ടി ചെലവഴിച്ച് നടത്തിയൊരു പരീക്ഷ നഷ്ടമുണ്ടെന്ന മാനസിക വ്യതയെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ചിലർ ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണാൻ കഴിയില്ല. അപ്പം ഗവൺമെൻറ്റും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ആ വിഷയത്തിൽ എടുക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്യുമെങ്കിലും ഇതിൽ പങ്കെടുത്ത കുട്ടികളുടെ വേദന മാറുന്നില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. നമുക്ക് SFI എന്നുള്ളൊരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലുണ്ട്. അത് ഒരു നാടക സമരങ്ങൾക്കപ്പുറം ഇത്തരം ജനകീയ വിഷയങ്ങളിലൊന്നും കാര്യമായി വിദ്യാർത്ഥി സംഘടനകളും നമ്മുടെ പ്രഖ്യാപിത ഇടപെട്ടിട്ടില്ല. ഒരു ചടങ്ങുകൾക്ക് ചില പ്രതിഷേധങ്ങൾ വന്നു. ഒരു ദിവസം AG's ഓഫീസിന് മുന്നിൽ പോയി പ്രതിഷേധിച്ചതിനപ്പുറം നമ്മുടെ മാധ്യമങ്ങളിൽ പോലും കാര്യമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പേസിലാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള തലത്തിൽ, കാരണം അതിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ കമൻ്റ് എന്ന് പറയുന്നത് വേറൊരു വിഷയത്തിൽ ഇങ്ങനെ യുവാക്കളെ തള്ളിപ്പറഞ്ഞതല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ വഴിവിട്ട രീതിയിൽ അഡ്മിഷൻ വാങ്ങിയൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് അത്തരം ഒരു കമൻറ്റ് പറഞ്ഞത്. അതായത് യുവാക്കളെ അപമാനിച്ചുകൊണ്ടല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊള്ളുന്നത്. പക്ഷേ എന്നാൽ പോലും അവർ ഇപ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ, ഇന്നലത്തെ അവരുന്നയിച്ച വിഷയങ്ങളെയും അവരെ സമരത്തെയും നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം അവർ മന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ ഈ ഗുരുതരമായ വിഷയം, കാരണം വിഷയം ജെനുവിനാണ്. അത് നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തേണ്ട വിഷയമാണ്. ഗവൺമെൻറ് അതിന് റെമഡിയലായിട്ടുള്ള മെത്തേഡ്സ് ഗവൺമെൻറ് സ്വീകരിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിലേ ഭാവിയിൽ ഇതുപോലെയുള്ള അപകടത്തിലേക്ക് ഭരണകൂടം ചെന്നെത്താതെ വരികയുള്ളൂ. അതുകൊണ്ട് അതിനെ ഈ പ്രതിഷേധത്തെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇത് ബ്യൂറോക്രാറ്റിക് ലെവലിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഗവൺമെൻറ് മിനിസ്റ്റർ നേരിട്ടില്ല. ഇപ്പോൾ CBSE ആണെങ്കിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണെങ്കിലും ഒക്കെ തന്നെ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഭരണ സംവിധാനം നിൽക്കുന്നത്. അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഏജൻസികളല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് നടത്തുന്ന പരീക്ഷകളല്ല ഇതൊന്നും. ഇവരുടെ പൂർണ്ണമായ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഡിപെൻഡൻസ് അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ മേധാവികളുടെ ശ്രദ്ധക്കുറവോ വീഴ്ചയോ ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടറെ ഒഴിവാക്കി, അപ്പം മറ്റു ചിലരെ ട്രാൻസ്ഫർ ചെയ്തു, അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ. പക്ഷേ എന്നാലും ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം അല്ലെങ്കിൽ ഗവൺമെൻറ്റിനുണ്ടാകുന്ന മുറിവ് വളരെ വലുതാണ്. അപ്പം സാധാരണക്കാരായ രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരുടെയും കൺസേൺ ഉള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് പാറ്റാ പാർട്ടി ഇന്ത്യൻ പ്രതിപക്ഷം ഉയർത്തേണ്ട വിഷയമായിട്ടാണ് പാറ്റാ പാർട്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. പിന്നെ ഈ പാറ്റാ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു.